നമുക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാകും, എന്തിനാണ് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമായി തോന്നുന്നു. പിന്നീട് കൂടായാൽ അതോർത്ത് കുറ്റബോധം വരും. അപ്പോൾ സംശയം വരും, ഇത് സ്വഭാവ പ്രശ്നമാണോ അല്ലെങ്കിൽ ശരീര പ്രശ്നമാണോ? ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത് ക്ലിയറായി മനസ്സിലാക്കാം. ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് പിന്നിൽ 4 കാരണങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണെന്ന് വളരെ സിമ്പിളായി നോക്കാം. ഹോർമോൺ ഇൻബാലൻസ്. നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ശരിയായി ബാലൻസ് ആയില്ലെങ്കിൽ മൂഡ് മാറ്റങ്ങൾ വരാം. ഉദാഹരണത്തിന് തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ടെസ്റ്റോസ്റ്ററോൺ, കോർട്ടിസോൾ ലെവൽ കൂടുന്നത് എന്നിവ മൂലം ചൊറിയും ദേഷ്യവും കൂടാം. അതായത് ചിലപ്പോൾ ദേഷ്യം ഒരു ശരീരം തരുന്ന ഒരു സിഗ്നൽ ആകാം. രണ്ടാമത്തെ പ്രശ്നം ഉറക്കക്കുറവ്. ദിവസവും 6 മുതൽ 8 മണിക്കൂർ നല്ല ഉറക്കമില്ലെങ്കിൽ ബ്രെയിൻ പൂർണ്ണമായും റെസ്റ്റ് എടുക്കില്ല. ഉറക്കക്കുറവ് മൂലം ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമായി തോന്നും. ക്ഷമ കുറയും, എളുപ്പത്തിൽ കോപം വരും. ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു മൂഡ് കൺട്രോൾ തന്നെയാണ്. കൃത്യമായ രീതിയിൽ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അമിതമായി ദേഷ്യം വരിക സ്വാഭാവികമാണ്. മൂന്നാമതായി ബ്ലഡ് ഷുഗർ കുറയുന്നത്. നേരത്തെ ഭക്ഷണം കഴിക്കാതെ പോകുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ താഴും. അപ്പോൾ നമുക്ക് ആംഗ്രി ഫീലിംഗ് വരും, വിഷമവും ദേഷ്യവും കൂടും. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനായി ശ്രമിക്കുക. ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കുക. മാനസിക സമ്മർദ്ദം. സ്ട്രെസ് കൂടിയാൽ ബ്രെയിൻ എപ്പോഴും അലേർട്ട് മോഡിലായിരിക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും അറ്റാക്ക് പോലെ തോന്നാം. അതുകൊണ്ട് ദേഷ്യവും പെട്ടെന്ന് വരും. പലപ്പോഴും അകത്തുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായി തന്നെയാണ് വലിയ രീതിയിലുള്ള ദേഷ്യം വരുന്നത്. എപ്പോൾ ഈ പ്രശ്നം ശ്രദ്ധിക്കണം? ദിനംപ്രതി പെട്ടെന്ന് കോപം വരുന്നു, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. ബ്ലഡ് ടെസ്റ്റ്, തൈറോയ്ഡ് ടെസ്റ്റ് എന്നിവ വഴി എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്താം. അവസാനമായി ഒരു കാര്യം കൂടെ ഓർക്കുക, ദേഷ്യം വരുന്നത് നിങ്ങൾ മോശം ആളാണ് എന്നല്ല അർത്ഥം. പക്ഷേ അത് ആവർത്തിച്ചു വരുന്നെങ്കിൽ ശരീരവും മനസ്സും എന്തോ പറയാൻ ശ്രമിക്കുകയാണ് എന്നാണ് അർത്ഥം. ഉറക്കം ശരിയാക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫും മൂഡുമൊക്കെ മാറും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.